ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, ഇങ്ങനെ കരയില്ലേടി, നമുക്കതെല്ലാം സഹിച്ചല്ലേ പറ്റൂ. എന്റെ അമ്മ ആകെ തകർന്നു പോയിരുന്നു. എനിക്ക് ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. എന്താ ചെയ്യ ദൈവമേ. രാജു, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു മാനസികാവസ്ഥയില് രാധമ്മ നമുക്ക് രാജുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോണ്ട. പിന്നെ നമുക്ക് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. 2 ദിവസം അവിടെ നിൽക്കട്ടെ. ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്തിട്ട് നമുക്ക് രാജുവിന്റെ വീട്ടിലേക്ക് പോവാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അമ്മ വാ. വേണോട്ടാ, രാധമേ വാ, ഇവിടെ ഇരിക്കും. വിഷമിക്കാതെ രാധമേ. കഷ്ടകാലം വന്നാ അത് കടന്നു പോകുന്നവരെ നമ്മളത് അനുഭവിച്ചേ പറ്റൂ. ഇവിടെ പോലെ മക്കളെ ഇങ്ങനെ സ്നേഹിച്ച ഒരു അമ്മയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ മക്കളിൽ ഒരാൾ തള്ളി പറഞ്ഞു. സഹിക്കാൻ പറ്റുമോ? മകളുടെ കുഞ്ഞിനെ മനഃപൂർവ്വം കൊന്നുവന്ന പരാതി. ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് ഇത് സഹിക്കാൻ പറ്റുമോ? ഈ കാര്യം കേൾക്കുന്ന ആർക്കും അറിയാം രാധമ്മയ്ക്ക് കയ്യബത്തൊന്നും പറ്റില്ലെന്നും രാധമ്മ നിരപരാധിയാണെന്നും. ഇതിന്റെ പിന്നിലും കാണും ചില ശത്രുക്കൾ. ആ രുക്മിണി എന്ന കഥാപാത്രം തന്നെ ഫുൾ നെഗറ്റീവാ. പോട്ടെ രാധമേ, എല്ലാം മറക്കാൻ ശ്രമിക്കേ. വീട്ടിൽ പോയിരുന്ന വെറുതെ ഒറ്റയ്ക്കിരുന്ന് കരയും. അതാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞ കുറച്ച് ദിവസത്തേക്ക് ആ വീട്ടിലേക്ക് പോവണ്ട. നമുക്കെല്ലാവർക്കും കൂടെ ഇവിടെ കൂടാം. മനസ്സിന്റെ വിഷമൊക്കെ കുറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയാ മതി. പിന്നെ എന്ന് വെച്ചാ ഇത് സത്രമല്ലേ? ഏത് വഴിപോക്കിനും വന്ന് നിരങ്ങാൻ. യാമിനി, രാധമ്മയ്ക്കും വേണൂരിനും കൂടി ഒരു മുറി കാണിച്ചു കൊടുക്ക്. കുളിച്ച് ഫ്രഷായി കഴിയുമ്പോ തന്നെ പകുതി ആശ്വാസമോ. വാ രാധമേ. നിക്ക്, ഞാനൊരു മിനിസ്റ്ററാ. അല്ല, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ രാജ്യം വിട്ട് പോണോ അതോ തൂങ്ങിച്ചാവണോ? രാജ്യം വിട്ട് പോവൊന്നും വേണ്ട. ഇങ്ങനെ നെഗറ്റീവ് ഇമേജ് ഉള്ളൊരു സ്ത്രീയെ ഒരു മന്ത്രി താമസിക്കുന്ന വീട്ടിൽ നിർത്താൻ പറ്റില്ല. അകലെ